ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജ്യോതികമായിട്ട് ആർട്ട് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവരാത്രി തുടങ്ങുകയാണ്. അപ്പം ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ മെസ്സേജ് എപ്പോൾ നിങ്ങൾ കണ്ടാലും അത് നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഓക്കെ, ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ബോട്ടം കാർഡ് സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അങ്ങനെ ഇന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, പല ജീവിതത്തിൽ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ലോസ്, ജീവിതത്തിൽ പല രീതിയിലുള്ള ലോസ്, അത് വ്യക്തികളാവാം, ധനമാവാം, വസ്തുവാവാം, കരിയറാവാം, അങ്ങനെ പല രീതിയിലും പല തരത്തിലുള്ള ലോസുകൾ അനുഭവിച്ചിട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് അങ്ങനെ കഴിയുന്നവരുടെ ഒരു എനർജി. അങ്ങനെ ഒരു കാലഘട്ടം പാസ് ചെയ്തു ഓൾറെഡി കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ അങ്ങനെയൊക്കെയുള്ളവരുടെ ഒരു എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തന്നെ പറയുന്നത് നിങ്ങൾ വീണ്ടും യൂണിവേഴ്സ് ട്രസ്റ്റ് ചെയ്യാനാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ജോലി, അതിപ്പോൾ വീട്ടുജോലി ആയാലും അതെ, വീട്ടുജോലി ആയാലും ഇഷ്ടം പോലെ ജോലിയുണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിലും നിങ്ങളുടെ ബെസ്റ്റ് അവിടെ കൊടുത്ത് നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ബോട്ടം കാർഡ് കിട്ടിയിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. ആ കാർഡിൽ തന്നെ പറയും സ്ട്രെങ്ത്, അത് ആർജിക്കുക. ആ അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് വരിക, അവനവനെ തന്നെ ഉദ്ധരിച്ച് മുന്നോട്ട് വരിക. അപ്പോൾ അവിടെ ഒരു ഇൻഫിനിറ്റിയാണ്. ഈ നമ്മൾക്ക് ഉണ്ടാകുന്ന ദുഃഖകരമായാലും മോശമായ സ്ട്രഗിൾസ്, പെയിന്, അതെല്ലാം നമ്മൾ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുമ്പോൾ അവിടെയാണ് ഈശ്വരൻ ഉണ്ടാവുക. ഈശ്വരൻ അവിടെയാണ്. അപ്പോൾ അത് ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ്. ആ സ്ട്രെങ്ത് നിങ്ങൾ ആർജിച്ചെടുക്കുക. അതിനുള്ള കഴിവ്, പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുക, കറേജ് കാണിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ്, ആങ്സൈറ്റീസൊക്കെ മാറ്റി വെക്കുക, കറേജിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോരുക. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം യൂണിവേഴ്സ് തരുമെന്നാണ്. നിങ്ങൾക്കതിനുള്ള കഴിവുകൾ, പല രീതിയിലുള്ള കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. ഒരാൾക്കുള്ളത് ആയിരിക്കണം എന്നില്ല മറ്റൊരാൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പുറത്തെടുക്കുക. ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഓർത്ത് നിരാശപ്പെട്ട് ദുഃഖിച്ച് ജീവിതം പാഴാക്കാതെ ആ ഒരു എന്താ പറയുക, വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് ഉയരണം എന്നാണ്.
എല്ലാവരും വീണിടത്ത് തന്നെ കിടക്കാതെ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കലാണ് ഏറ്റവും മഹത്തായ കാര്യം. നിങ്ങൾ തന്നെ ആദ്യം വിശ്വസിക്കുക. ഐ ക്യാൻ എന്നുള്ള ആ ഒരു പവറിൽ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ചാരിയറ്റിൻ്റെ എനർജി പറയുന്നതും പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നതും 9 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നതും നിങ്ങളെ സക്സസ് കാത്തിരിക്കുന്നു എന്നാണ്. വെല്ലുവിളികൾ ഉണ്ടാവാം, വെല്ലുവിളികൾ പരാജയപ്പെട്ടു പോകാതെ അതിനെയൊക്കെ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി പരിശ്രമിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ എനർജീസൊക്കെ ഡ്രെയിനായിപ്പോയി, ഇനി എന്നെക്കൊണ്ടൊന്നും ആവില്ല, ഒന്നിനും കഴിയില്ല, മനസ്സ് ഒക്കെ ചത്തുപോകാന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആ ഒരു എനർജി നഷ്ടപ്പെടുന്നതാണ് ചത്ത പോലെയാവും, ചത്തതിനൊക്കെ മേയിച്ചിരിക്കണമെന്ന് പറഞ്ഞ പോലെയാവും. പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. അപ്പം അങ്ങനെ ഒരു രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ മറന്നിട്ട് അതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സക്സസ് നിങ്ങളെ തേടി വരുമെന്നാണ്. അപ്പം പ്രാർത്ഥനയോടെ ഒന്നും കൂടെ ഒന്ന് പരിശ്രമിക്കും. ചാരിയറ്റിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും ഇനി അത് മുന്നോട്ടേക്ക് പോകുന്നതാണ്. നിങ്ങൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കും എന്നാണ്. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ സക്സസ് നിങ്ങൾ വിൻ ചെയ്തിരിക്കും. നിങ്ങൾക്കതിനുള്ള കപ്പാസിറ്റി കഴിവുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് വരും. അതിനുള്ള ആത്മധൈര്യവും നിങ്ങൾക്ക് വരും, വിശ്വാസവും വരും. അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. യൂണിവേഴ്സിൽ നിങ്ങൾ അർപ്പിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, അതിന് സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. എനിക്കിനി എന്നെക്കൊണ്ട് എന്തെങ്കിലും കൊള്ളുമോ, അല്ലെങ്കിൽ എനിക്കിനി എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങളുടെ വഴി എന്താ പറയുക, മനസ്സാണ് നിങ്ങളെ വഴി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പം നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ വഴി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അപ്പം താൻ പാതി ദൈവം പാതി. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ, മുന്നോട്ടേക്ക് നമ്മളെ സക്സസ്സിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കാം. ഏത് നെഗറ്റീവിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഏത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് ചിന്തിച്ചാൽ മനസ്സിലാക്കാനും പറ്റും. അത് ഒരു നെഗറ്റീവ് സംഭവിക്കുമ്പോൾ അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വശം തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കുക. ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോടെ അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അതിനു വേണ്ടി പ്രയത്നിക്കുക. ഈശ്വരൻ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ മനസ്സർപ്പിക്കുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ ഡിയേഴ്സ്, ബി ഹാപ്പി. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് ജീവിതത്തിൽ ഫെയിലായി പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കഴിയുന്നവർക്കുള്ള റീഡിംഗ് ആണ്. അത് ഒരുപക്ഷെ ലവിലാവാം, റിലേഷൻഷിപ്പിലാവാം, കരിയറിലാവാം, ഏത് ഫീൽഡിലും ആവാം. അപ്പോൾ വരുന്നതൊക്കെ നല്ലതെന്ന് മാത്രം വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനെ അത് ദൈവം എടുത്ത് മാറ്റും. നമുക്ക് ആവശ്യമുള്ളത് നിലനിർത്തൂ എന്ന് മാത്രം കരുതുക. ഓക്കെ, ബി ഹാപ്പി. താങ്ക് യു ഡിയേഴ്സ്.